Hi, welcome back to Wings of Types Aviation channel. So, നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് APU ആൻഡ് GPU ഓക്സിലറി പവർ യൂണിറ്റും ഗ്രൗണ്ട് പവർ യൂണിറ്റും എന്താണെന്നാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എയർക്രാഫ്റ്റിനകത്ത് യൂസ് ചെയ്യുന്ന പവർ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്, ജനറേറ്ററുകളെ കുറിച്ചിട്ടാണ്. ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. നമ്മുടെ വിമാനങ്ങളിൽ AC ജനറേറ്ററുണ്ട്, DC ജനറേറ്ററുണ്ട്. അത് രണ്ടും എഞ്ചിനുമായി കണക്റ്റഡ് ആണ്. ആ എൻജിൻ ഡ്രൈവ് ചെയ്താണ് ഈ എയർക്രാഫ്റ്റിനകത്തുള്ള എല്ലാ പവർ സിസ്റ്റങ്ങളും വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ പവറിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. 115 വോൾട്ട് AC-യും 400 ഹേർട്സ് അതിൻ്റെ പവർ AC പവറാണ്. അതുപോലെ തന്നെ DC പവർ 14 മുതൽ 28 വോൾട്ട് DC ജനറേറ്ററാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനോടൊപ്പം മെയിനായിട്ട് നമ്മൾ പവർ ഡെലിവറി ചെയ്യുന്നത് നമ്മുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാനും എയർക്രാഫ്റ്റിനകത്ത് ന്യൂമാറ്റിക് സിസ്റ്റം, അതായത് എയർ സിസ്റ്റം, എയർ പ്രഷർ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ചില കൺട്രോൾസ് ഉണ്ട്. എൻജിനിൽ നിന്നും ജനറേറ്ററിൽ നിന്നും യൂസ് ചെയ്യുന്ന പവർ കൂടാതെ എയർക്രാഫ്റ്റിനെ പവർ അപ്പ് ചെയ്യുന്ന വേറൊരു എൻജിനുണ്ട്. ആ എൻജിൻ്റെ ലൊക്കേഷനാണ് ഏകദേശം ഈ ഒരു ടെയിൽ ഭാഗത്താണ്, ടെയിൽ കോർണർ ഭാഗത്ത്. അതിൻ്റെ പേരാണ് APU. APU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിലറി പവർ യൂണിറ്റ്. ഇതൊരു ഗ്യാസ് ടർബൈൻ എൻജിനാണ്. ഈ എൻജിൻ എയർക്രാഫ്റ്റിന് വേണ്ട പവർ, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻജിനാണ്. ഈ ചെറിയ എൻജിനാണ് നമ്മുടെ ഈ വിമാനത്തിന് വേണ്ട ഇലക്ട്രിക്കൽ പവറും ന്യൂമാറ്റിക് സിസ്റ്റമും ഒക്കെ വർക്ക് ചെയ്യാനുള്ള പവർ ഡെലിവറി അത് ഗ്രൗണ്ടിൽ ആയിരിക്കുമ്പോൾ മെയിൻ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ APU മെയിൻ എൻജിൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എൻജിൻ എയർക്രാഫ്റ്റിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഗ്രൗണ്ടിൽ അതിൻ്റെ ഇലക്ട്രോണിക് സിസ്റ്റങ്ങളും ന്യൂമാറ്റിക് സിസ്റ്റങ്ങളും എയർ സിസ്റ്റവും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ APU ഉപയോഗിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ഈ APU ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് ഗ്രൗണ്ടിൽ ചിലപ്പം ഇങ്ങനെ ഒരു സംഭവം കാണാം. അതോടൊപ്പം തന്നെ APU മെയിൻ എൻജിൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എൻജിൻ എയർക്രാഫ്റ്റിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഗ്രൗണ്ടിൽ അതിൻ്റെ ഇലക്ട്രോണിക് സിസ്റ്റങ്ങളും ന്യൂമാറ്റിക് സിസ്റ്റങ്ങളും എയർ സിസ്റ്റവും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ APU ഉപയോഗിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ഈ APU ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് ഗ്രൗണ്ടിൽ ചിലപ്പം ഇങ്ങനെ ഒരു സംഭവം കാണാം. ഇതാണ് GPU, ഗ്രൗണ്ട് പവർ യൂണിറ്റ്. ഇതും ശരിക്കും APU ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്, സെയിം കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടെ പവർ കുറഞ്ഞ ഒരു എൻജിനാണ്. ഈ എൻജിൻ വെച്ചിട്ടാണ് നമ്മുടെ വിമാനം പാർക്ക് ചെയ്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ വിമാനത്തിലേക്ക് ആൾക്കാരെ കയറ്റുമ്പോൾ അതിൻ്റെ എയർ കണ്ടീഷനും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ജനറേറ്ററാണിത്. ഇത് നമ്മുടെ പ്ലെയിൻ്റെ അകത്തേക്ക് ഒരു ജാക്ക് പോലുള്ള ഒരു സാധനം എടുത്ത്, ഒരു കണക്ടറും എടുത്ത്, ആ കണക്ടർ എടുത്തിട്ടാണ് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ബസ് ബാർ ഏത് പവറിൽ അലൈൻ ആണ് ഈ ജനറേറ്ററുമായി കണക്ട് ആയിട്ടുള്ളത് ആ പവർ സിസ്റ്റം പവർ കൊടുക്കുകയും ആ വിമാനത്തിന് നമ്മുടെ ഗ്രൗണ്ടിലുള്ള മെയിൻ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ അതിനു വേണ്ട പവർ സിസ്റ്റവും കണ്ടീഷൻഡ് എയറും കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് GPU. ഇനി APUവിനെ കുറിച്ച് പറയുവാണെങ്കിൽ APUവിൻ്റെ സൗണ്ട് ഇതുപോലെയാണ്. സാധാരണ വിമാനങ്ങളിൽ APUവിൻ്റെ കൺട്രോൾ സ്വിച്ചസ് പൈലറ്റിൻ്റെ ഓവർഹെഡ് പാനൽ, അതായത് കോക്പിറ്റിൻ്റെ ഓവർഹെഡ് പാനലിലാണ് ഈ സ്വിച്ചസുകളൊക്കെ ഉണ്ടാവാറ്. പൈലറ്റ് വിമാനത്തിൻ്റെ അകത്ത് ഇരുന്നുള്ള സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ പുറകിലുള്ള APU സ്റ്റാർട്ട് ചെയ്യുകയും ഈ APU ഗ്രൗണ്ടിൽ എയർക്രാഫ്റ്റിന് വേണ്ട പവർ ഡെലിവറി, അതായത് എയർ കണ്ടീഷൻ സിസ്റ്റവും ഇലക്ട്രിക്കൽ പവർ കൊടുത്തും തുടങ്ങുകയും ചെയ്യും. അപ്പം APU സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഇൻടേക്ക് എന്ന പോലെ തുറക്കുകയും ആ ഇൻടേക്ക് APU വർക്ക് ചെയ്യാനുള്ള എയർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻടേക്കാണ് തുറക്കുന്നത്. അതോടൊപ്പം എയർക്രാഫ്റ്റിൻ്റെ തന്നെ APU സ്റ്റാർട്ടർ മോട്ടോർ വെച്ചിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുകയും വീണ്ടും ഫ്യൂവൽ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും പ്ലെയിൻ APU സ്റ്റാർട്ട് ചെയ്തു തുടങ്ങുകയും ചെയ്യും. പിന്നെ APUവിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ടെമ്പറേച്ചറും പൈലറ്റിന് കോക്പിറ്റിൽ ഇരുന്ന് തന്നെ കാണാനും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനും പറ്റും. ഈ APU ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് പ്ലെയിനിൻ്റെ പുറകുവശത്തുള്ള ഒരു ടെയിൽ കോൺ സെക്ഷനിലാണ്. ഈ APU ഗ്രൗണ്ടിൽ മാത്രമല്ല, ചിലപ്പോൾ ഫ്ലൈയിങ് കണ്ടീഷനിലും നമ്മുടെ APU യൂസ് ചെയ്യാറുണ്ട്. അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇടോപ്സ് എന്ന് പറയുന്ന റൂട്ടുകളിലാണ്. ഇടോപ്പ് സെക്ടറിലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്.
ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് GPU, അതുപോലെ തന്നെ എന്താണ് APU എന്നുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.